സ്തോത്രം. ദൈവമായ കർത്താവിനോട് പ്രാർത്ഥന കേട്ട് നമുക്ക് തക്ക സമയങ്ങളിൽ തരുന്ന നല്ല മറുപടികളെ ഓർത്ത് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്ത് നന്ദി പറയാം. ഈ പകലിൽ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. അതുപോലെ കർത്താവിന്റെ ദാസനെ ഒരിക്കൽ കൂടെ നമ്മളോട് കൂടെ വരുവാൻ ദൈവം ചെയ്തു കൂടുമായ ദൈവം വലിയ അനുഗ്രഹിക്കട്ടെ. നമ്മളോടുകൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തുനിന്ന് ഒരു ആരാധന മുടക്കിക്കളയാൻ നമ്മളോട് വരുവാൻ ദൈവം നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവ് വിശ്വസിക്കുന്നത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്ന സമയങ്ങളാണിപ്പോൾ. ദൈവത്തിന് സ്തോത്രം. നാം ശ്രദ്ധയോടും വിശ്വസ്തയോടും ദൈവത്തിന് ആരാധിക്കുമെങ്കിൽ കർത്താവ് നമ്മളോട് വ്യക്തമായി കൃത്യമായി സംസാരിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ആത്മീയമായ ആരാധനയ്ക്കാണ് നമ്മളെ വിളിച്ചത്. നാം ആരാധനയ്ക്കായി നമ്മുടെ ശരീരാത്മതകളെ കർത്താവിന് വിട്ടുകൊടുത്തതാണ്. ആരാധിക്കാതെ ഇരുന്നാൽ ഉണ്ടാകുന്നതായിരിക്കുന്ന ഭവിഷ്യത്തുകൾ എന്ന് പറയുന്നത് നമുക്ക് കർത്താവിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം ബന്ധനം അഴിയുന്നതും കെട്ടുകൾ അഴിഞ്ഞു മാറുന്നതും ഓരികൾ തകർന്നടിയുന്നതും ആരാധനയിലാണ്. ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. എൻ്റെ വീട്ടിൽ ആരെങ്കിലും 2-3 പേര് ആരാധിക്കാൻ സന്തോഷമുള്ള ആരെങ്കിലും ദൈവമക്കൾ വന്നിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ആരാധനയെ കൊണ്ട് മാത്രമേ എനിക്ക് നിൽക്കാനായിട്ട് സാധ്യമാകത്തുള്ളൂ. മെഡിസിൻ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ ആരാധനയിലാണ് എനിക്ക് പകൽക്കാലം വിടുതൽ തന്നിരിക്കുന്നത്. ഞാൻ ദൈവത്തോട് ഇന്ന് പകൽക്കാലം ചോദിച്ചാ വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾ പ്രത്യേകമായിട്ട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് തന്നെയല്ല, ഈ ദൈവമക്കളാകുന്ന നമ്മൾ കുറച്ചു പേരെ ഉള്ളെങ്കിൽ തന്നെയും ഒരു ആരാധനയുടെ എവിടെയുണ്ടോ ആ ആരാധനയിടത്ത് ദേശത്തിന്റെ ശക്തി അതിശക്തിയോടെ എന്തിനറിയാം ബാധിച്ചു കൊണ്ടിരിക്കും. ദൈവം ക്ഷീണിപ്പിച്ചുകൊണ്ടിരിക്കും. രോഗം ഇട്ടുകൊണ്ട് നിരാശപ്പെടുത്തി നമ്മളെ വീട്ടിലേക്ക് അയക്കും. കർത്താവ് സ്തോത്രം. ആരാധന ശരിക്കും വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു മാറി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ദൈവമക്കൾ എന്ത് ചെയ്യണോ ഈ ഭാഷകൾ, അതായത് ആത്മനിറവ് പ്രാപിച്ച ദൈവത്തിന്റെ മക്കള് ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ ആത്മീയമായ ശക്തി നമ്മുടെ മൺശരീരത്തിൽ പകരാനിടയായി തീരും. ഈ ആത്മശക്തി മൺശരീരത്തിൽ വന്ന് പകരുന്ന സമയത്ത് നാം അറിയാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ട് വെളിപ്പെടാനായിട്ട് ഇടയായി തീരും. പുതുവഴികളെ ദൈവം തുറന്നു തരുവാനിടയായി തീരും. ബന്ധനങ്ങളെ ദൈവം അഴിക്കാനിടയായി തീരും. ക്ഷീണങ്ങളെ ദൈവം മാറ്റുവാനിടയായി തീരും. പല ക്ഷീണങ്ങളും നമുക്ക് തന്നെ ഉണ്ടാകുന്നതാണ്. അത് നമ്മൾ എന്തിനാണ് ആരാധിച്ചേ മാറത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഒന്ന് കുടഞ്ഞ് എഴുന്നേൽക്കണം. ശിംശോൻ കുടഞ്ഞ് എഴുന്നേറ്റതുപോലെ എന്ത് ചെയ്യണം? ഒന്ന് കുടഞ്ഞ് എഴുന്നേൽക്കണം. കർത്താവിന് സ്തോത്രം. എങ്കിൽ മാത്രമേ വിടുതലാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. വളരെ ആരാധനയിൽ ശക്തി പ്രാപിക്കണം. നമ്മള് സ്തോത്രം ഈ അഭിഷേകം പ്രാപിച്ചിട്ടില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെത്താൽ ജയമെടുത്ത് സ്തുതിയും സ്തോത്രവും പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഏകാഗ്രതയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ആത്മാവിൽ നിറയ്ക്കാനിടയായി തീരും. ഏകാഗ്രത ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആത്മാവിൽ നിറയാൻ കഴിയാത്തത്. ശ്രദ്ധയോടെ ആരാധിക്കുന്ന സന്ദർഭത്തിൽ ദൈവം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നതുകൊണ്ട് നല്ല ശുഷ്കാന്തിയോടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. കർത്താവിന് സ്തോത്രം. സങ്കീർത്തന ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. 128-ാമത്തെ സങ്കീർത്തനമാണ്. ഒരു ബ്ലെസ്സിംഗ് സങ്കീർത്തനമാണ്. നമ്മള് ഇന്ന് പകൽക്കാലം പാടിയ കല്യാണ ശുശ്രൂഷയ്ക്കൊക്കെ ഇത് പാടാറുണ്ട്. കല്യാണ ശുശ്രൂഷയ്ക്ക് പെന്തക്കോസ്തുകാരുടെ കല്യാണ ശുശ്രൂഷ കഴിയുമ്പോൾ അനുഗ്രഹിച്ച് പാടാറുള്ള ഒരു സങ്കീർത്തനമാണ് 128-ാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനം ദൈവഭക്തന്റെ ഭവനത്തിലെ അനുഗ്രഹങ്ങളെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ദൈവഭക്തന്റെ ഭവനത്തിലെ അനുഗ്രഹങ്ങൾ. ദൈവത്തിന് 6 വാക്യങ്ങളാണ് ഇതിനകത്തുള്ളത്. സ്തോത്ര വേദ പുസ്തകത്തില് വലിയ സങ്കീർത്തനമുണ്ട്, ചെറിയ സങ്കീർത്തനമുണ്ട്. സ്തോത്ര എല്ലാ സങ്കീർത്തനങ്ങളും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ സങ്കീർത്തനത്തിൽ കൂടെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലത്തിൽ നമുക്ക് കിട്ടിയതായ സങ്കീർത്തനത്തിൽ നിന്ന് അല്പസമയം ചിന്തിക്കാനായിട്ട് സ്തോത്രം നമുക്ക് ഏകാഗ്രതയോടും ഒരുമനപ്പെട്ട ദൈവസന്നിധിയിലായിരിക്കാം. ഭാഗ്യത്തിന്റെ അടിസ്ഥാനം യഹോവ ഭക്തിയാണ്. യഹോവ ഭക്തിയാണ് ഭാഗ്യത്തിന്റെ അടിസ്ഥാനം. യഹോവ ഭക്തിയുള്ള ഒരു ദൈവത്തിന്റെ പൈതന് ഭാഗ്യമുണ്ട്. അവനാണ് പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അപ്പൊ യഹോവ ഭക്തനായിരിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാനായിരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഈ ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശയിൽ
ആണ് ഒരു ദൈവവചനം സന്തോഷിക്കുന്നത്. കാരണം ലോകത്തിൽ വെച്ച് ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഭാഗ്യ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെ നമുക്ക് രക്ഷകനും കർത്താവുമായി അംഗീകരിപ്പാൻ ലഭിച്ച ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമ്മുടെ കർത്താവ് സ്തോത്രം നമ്മളെ ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശയ്ക്കാണ് വിളിച്ചിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് വിളയും തെരഞ്ഞെടുപ്പും നമ്മൾ ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് ഓരോ ദിവസവും മുൻപോട്ട് പോകുന്നതെങ്കിലും നമ്മളായിരിക്കുന്ന ഈ മരുഭൂമിയിൽ വളരെ കഷ്ടങ്ങളും ക്ലേശങ്ങളും നിറഞ്ഞിരിക്കുന്നതായ അനുഭവങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മള് വളരെ സന്തോഷത്തോടെ ആരാധനയ്ക്ക് പോകണം എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നമ്മുടെ ശരീരം നമ്മളെ അതിന് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ വേദനയോടും പ്രയാസത്തോടുമാണ് കടന്നു വരുന്നത്. എന്നാൽ നമുക്ക് ആത്മാവിൽ ബലപ്പെട്ട് കഴിയുമ്പോൾ കുറച്ച് സമയത്തെങ്കിലും ദൈവത്തിന് സ്തോത്രം ആ ക്ഷീണവും വേദനയും ഒക്കെ ഒന്ന് മാറുവാനായിട്ടിടയായിത്തീരും. ആരാധന വെളിപ്പെടാതെ ഇവിടെ നിന്ന് പോയ ചില ദിവസങ്ങളിൽ സ്തോത്രം വളരെയധികം കഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. പൊട്ടിത്തകരുന്ന തലവേദന. ആരാധന വെളിപ്പെട്ട് പോയ ശക്തിയോടെ ആരാധിച്ചേച്ച് പോയാൽ അതിന് ഒരു പ്രശ്നവും. സ്തോത്രം. ഭയങ്കര തലവേദനയാണ് ആരാധന വെളിപ്പെട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ആരാധനയ്ക്ക് വലിയ മുൻതൂക്കം കൊടുക്കുന്നത്. കാരണം ആരാധനയിൽ വിടുതല, ആരാധിക്കുമ്പോൾ വിടുതല. സ്തോത്രം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ആരാധന. യാഗപീഠം എവിടെ ഒരുക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അബ്രഹാം ചെന്നിടത്തെല്ലാം എന്ത് ചെയ്തു? യാഗപീഠം ഒരുക്കി. അബ്രഹാം ദൈവത്തിന് പുനഃസ്ഥാനം കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യമൊന്ന്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തറിയാമോ? അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ലോകത്തെ ചെന്നിടത്തൊന്നും യാഗപീഠം പഠിച്ചതായി കാണുന്നില്ല. എന്നാൽ ഒരു കാലം മനസ്സിലാക്കണം, അബ്രഹാം ചെന്നിടത്തെല്ലാം യാഗപീഠം ഒരുക്കി ദൈവം അവനെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കാനിടയായി തീർന്നു. ആരാധിക്കുന്ന ദൈവം ഇതിൽ എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. ആരാധിക്കുന്ന സഭ എവിടെ ഉണ്ടോ അവിടെ വിടുതലുണ്ട്. ആളിന്റെ പെരുപ്പമല്ല, ദൈവത്തിന്റെ സ്തോത്രം. ചുരുക്കം വരെ ഉള്ളെങ്കിലും ഏകാഗ്രതയോടെ ദൈവത്തെ ആരാധിക്കുമോ ദേശം വിവരമായി. നമുക്ക് ഉത്സാഹത്തോടെ ദൈവത്തിന് ഇരിക്കണം. ആരാധനയ്ക്ക് വരുന്ന സമയം ദൈവമേ എനിക്കൊരു ആത്മീയ സന്തോഷത്തോടെ ആരാധിച്ച് എന്നോട് സംസാരിക്കണം, ശബ്ദം എന്നെ കേൾപ്പിക്കണമേ, എന്നോട് ഇടപെടണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വേണം ആരാധനയ്ക്ക് വരുവാൻ. ഒരുക്കപ്പെട്ട് നിൽക്കുന്ന ഹൃദയത്തിൽ ആരാധന വെളിപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ ദാസന് ഉമ്മ നിന്ന് കൊടുത്താൽ മതി. അതിന് വലിയ കുറിപ്പുകളൊന്നും എഴുതിക്കൊണ്ടൊന്നും വരണമെന്നൊന്നുമില്ല. കാരണം ആരാധന വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വാക്യം അങ്ങോട്ട് തൊട്ട് വിട്ടുകൊടുത്താൽ മതി. ദൈവത്തിന് ആരാധന ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് പാറപ്പുറത്ത് ചിരട്ടയിട്ട് വരയ്ക്കുന്നത് പോലെ ഒരു സുഖവും തോന്നത്തില്ല. മനസ്സിലാക്കണം. അല്ലാതെ വരുന്ന ദൈവാസന്റെ കുഴപ്പമല്ല. നമ്മള് സ്തോത്രം. എനിക്കിപ്പം രാവിലെ ഞാൻ വല്ലതും കഴിച്ചിട്ടൊക്കെയാ വരുന്നത്. മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. എനിക്ക് വിശപ്പൊന്നുമില്ല. എനിക്കിപ്പം തിന്നാൻ കൊണ്ടുവന്നാൽ കഴിക്കത്തില്ല. കാരണം എനിക്ക് വിശപ്പില്ല. മെഡിസിൻ എടുക്കേണ്ടത് ഞാൻ ആഹാരം. എനിക്ക് വിശപ്പില്ല. ഇനി ഒരു ആരാധനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്ന സന്ദർഭത്തില് ആ സ്വതന്ത്ര വിശപ്പ് ഉണ്ടെങ്കിലേ കഴിക്കത്തുള്ളൂ. അപ്പോ ആരാധിക്കണമെന്ന ദാഹം ഉണ്ടെങ്കിൽ മാത്രമേ ആരാധിക്കാൻ. ഞങ്ങളെല്ലാം തികഞ്ഞു തൃപ്തിയായി എന്നൊക്കെയുള്ള മനോഭാവം വന്നാൽ പിന്നെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ തൃപ്തിയായി സ്തോത്രം. എന്നാലും കർത്താവെ ഒന്നുമില്ല, ഏതുമില്ല കർത്താവെ. ഞാനൊരു മൺകീടമാണ്, എന്നോട് കരുണ കാണിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതൽ എന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്താൻ ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന് വെളുത്തവനെന്നോ കറുത്തവനെന്നോ വണ്ണമുള്ളവനെന്നോ ഏത് കുലത്തിൽപ്പെട്ടവനോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തെ ആരാധിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കാൻ ശക്തിയുള്ള ദൈവമാണ്. ഭാഗ്യകരമായിരിക്കുന്ന അനുഭവമാണ് അടിസ്ഥാനം. ദൈവത്തിന് സ്തോത്രം. യഹോവ ഭക്തിയാണ്. നമുക്ക് നോക്കാം. സങ്കീർത്തന 1-ാം വാക്യത്തിലേക്ക് വന്ന വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. യഹോവ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. വായിച്ചാട്ടെ. സങ്കീർത്തന 112-1. യഹോവയെ സ്തുതിപ്പി. എങ്ങനെ മതിമോളെ ഞാൻ മനസ്സിലാക്കി. ആ വാക്യം എന്താ ശ്രദ്ധിച്ച് കേട്ടത്? യഹോവയെ സ്തുതിപ്പി. സ്തുതി എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. ദൈവത്തിന് യാഗം കഴിക്കുക. സ്തുതി സ്തോത്രം എന്ന അതര ഫലയാഗം. ഈ യാഗം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിച്ചാട്ടെ
അവന്റെ കൽപ്പനകളിൽ കണ്ടോ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്താ ദൈവത്തിന്റെ കൽപ്പന? പുതിയ നിയമത്തിൽ നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന, കർത്താവിന് സ്തോത്രം, മാനസാന്തരപ്പെട്ട് വേർപെട്ട് ദൈവത്തിന് സ്തോത്രം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആമേൻ കൂട്ടായ്മ ആചരിച്ച് ആമേൻ പ്രാർത്ഥിച്ച് അപ്പം നുറുക്കി അവൻ ഇങ്ങനെ ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നതാണ് ദൈവത്തിന്റെ കൽപ്പന. ദൈവത്തിന്റെ സ്തോത്രം. ഈ കൽപ്പനകൾ പ്രമാണിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ആ ഭാഗ്യമായിരിക്കുന്ന പ്രത്യാശ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം കേൾക്കാൻ പോലും കഴിയാതെ ഇരിക്കുന്ന അനേകരുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട്. യേശു ആരാണെന്ന് ചോദിക്കുന്നവരുണ്ട്. എല്ലാ പകൽക്കാലം യേശു മഹാദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ആ ദൈവത്തിന്റെ സ്തോത്രം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യം. ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ. അപ്പൊ ഭാഗ്യവാനായിട്ടായി ഇവിടെ പറയുന്നത് കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം വരുന്നില്ല. എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മക്കളുണ്ട്, പ്രിയ മക്കളുമുണ്ട്, പക്ഷെ കൊച്ചുമക്കളില്ല. മക്കളുണ്ട്, പ്രിയ മക്കളുണ്ട്. പ്രിയ മക്കൾ എന്ന് പറഞ്ഞാൽ അപ്പനോട് അടുത്ത് കൂടെ ചേർന്നിരിക്കുന്ന, അങ്ങ് പറ്റിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ആമേ മക്കൾ, ആമേ ദൈവത്തിന് പ്രിയ മക്കൾ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ചെവി കൊടുക്കാൻ പറഞ്ഞു. പ്രിയപുത്രൻ എന്ന് പറഞ്ഞാൽ പറ്റിയിരിക്കുക, രണ്ടുപേരും കൂടെ ചേർന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അബ്രഹാം ആമേൻ തന്റെ മകനുമായി ചേർന്ന് നടന്നതുപോലെ ചേർന്ന് യാഗത്തിന് വേണ്ടി പോവുകയാണ്. അവൻ ഒരു മനപ്പെട്ട് ചേർന്ന് പോയതുപോലെ ദൈവത്തിന് സ്തോത്രം. പ്രിയപുത്രൻ എന്ത് ചെയ്യുന്നു? അപ്പനോട് ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യവാനായിട്ടുള്ള വ്യക്തികളിൽ ഞാൻ പറയണം, കർത്താവേ ആ ഭാഗ്യവാനായിരിക്കുന്ന ആമേൻ അവസ്ഥയിൽ എന്നെ കൊണ്ടുവരണേ. ദൈവത്തിന് സ്തോത്രം. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മൾ വായിച്ചത് മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ആമീൻ. യഹോവ ഭക്തിയാണ് ആമീൻ ഭാഗ്യവാൻ ആയിരിക്കുന്നതിന്റെ അടിസ്ഥാനം. ദൈവത്തിന് സ്തോത്രം. ഇനിയോ 115 13 വാക്യം വായിച്ചത്. അവൻ യഹോവ ഭക്തന്മാരായ, കണ്ടോ, യഹോവ ഭക്തന്മാരായ ആരെയൊക്കെയാ? ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. കാരണം വലിപ്പച്ചെറുപ്പം ദൈവത്തിനില്ല. ദൈവത്തിന് വലിപ്പച്ചെറുപ്പമില്ല. നമുക്ക് ആ വലിപ്പച്ചെറുപ്പമുള്ളത്. നമുക്ക് പലരും വലുതാ, പലരും ചെറുതാ. അങ്ങനെയല്ല. ദൈവത്തിന് എല്ലാവരും ഒരുപോലെ. ഹല്ലേലൂയ. അവന് വലിപ്പ ചെറുപ്പമില്ല. കാരണം ആത്മാക്കളുടെ ഉടയവന് ആത്മാവെല്ലാം ഒരുപോലെയാ. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളാകുന്ന നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് സ്തോത്രം. ആമേൻ. വലിയവരായാലും ചെറിയവരായാലും ദൈവസന്നിധിയിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ഒരു ശരീരമായിരിക്കുന്നത്. നമ്മൾ ഒരു ശരീരത്തിന്റെ അംശികളാണ്. ദൈവത്തിന് സ്തോത്രം. ആമീൻ. ആ ദൈവമക്കളാണ് ഒന്നിച്ച് ആമീൻ ഒരു ശരീരത്തിന്റെ ആമീൻ അംശികളായി ആമീൻ അപ്പത്തിൽ നിന്ന് കരം നീട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഓടിപ്പോകാം. കർത്താവിന് സ്തോത്രം. 119 1 വാക്യം. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് അപ്പൊ നടപ്പിൽ നിഷ്കളങ്കരായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഭാഗ്യവാന്മാർ. നടപ്പിൽ എന്ത് ചെയ്യണം? ആ നടപ്പിൽ നിഷ്കളങ്കരായിരിക്കണം. നടപ്പ് വക്രതയുള്ളതായിരിക്കാൻ പാടില്ല. വളഞ്ഞ വഴിയിൽ കൂടെ ആയിരിക്കാൻ പാടില്ല. ആമേൻ. ആരാധനയും വേണം. ആമേൻ. സ്തോത്രം. അല്പം സ്വല്പം മറ്റു കാര്യങ്ങളും അങ്ങനെയല്ല. കർത്താവിന് സ്തോത്രം. നമ്മൾ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ആത്മീയമായ വിഷയത്തില് നേരെ നടക്കുകയാണെങ്കിൽ ഞാൻ വ്യക്തമായി ദൈവസന്നിധിയിൽ ഈ പുൽപ്പറ്റിൽ നിന്നുകൊണ്ട് പറയുന്നു, എന്റെ കർത്താവ് നമുക്ക് ഒന്നിനും കുറവ് വരുത്തത്തില്ല. ഒന്നിനും കുറവ് വരുത്തത്തില്ല. എന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ തരുന്ന ദൈവമാണ്. ശ്രദ്ധിക്കണം. തരുന്ന ദൈവമാണ്. നമ്മൾ ആഗ്രഹിച്ച ആ വിഷയത്തിനൊക്കെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് സ്തോത്രം. ആമേൻ. ഞാൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, ഇന്ന് കുഞ്ഞിന്റെ പ്രതിഷ്ഠ പാസ്റ്ററിൽ പോകണം. ഞാൻ പറഞ്ഞു, ഓക്കെ, നല്ല കാര്യം, ആരാധനയ്ക്കില്ലേ.
അപ്പോൾ ജെയ്സ് ബ്രദറും ഇല്ല, 2 പേര് പറഞ്ഞു. എന്നെ ആർക്ക് വരുമെന്ന് അറിയില്ല. പ്രാർത്ഥിച്ചാൽ വന്നു. ഒരു 4-5 പേരേ ഉള്ളൂ, അതുകൊണ്ട് അല്ലെ 10 പേരേ ഉള്ളൂ. കസേരകളൊക്കെ ഇങ്ങനെ കാലിയായിട്ട് കിടക്കുവാണ്. കസേരയൊക്കെ വന്ന് നിറഞ്ഞിരുന്നാൽ ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ ശുശ്രൂഷിക്കുന്നവർക്ക് അത് അറിയത്തുള്ളൂ. ദൈവത്തിന് സാധിക്കും. ദൈവത്തോട് പ്രാർത്ഥിച്ചാണ്. ഏതായാലും ഒരു പരുവത്തിന് കർത്താവിന്റെ സ്തോത്രം. ദൈവത്തെ ആത്മാക്കളെ കൊണ്ടുവന്ന ദൈവമക്കളെ കൊണ്ടുവന്ന് ഞാൻ സ്തോത്രം ഒരു കാര്യം വ്യക്തമായി പ്രാർത്ഥിക്കുന്നത്. ഇടയ്ക്ക് പരിശുദ്ധാത്മാ ഓർപ്പിക്കുന്നതുകൊണ്ടാണ് ആ ദൈവത്തിന്റെ സ്തോത്രം. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാക്കൾ സഭാകളിൽ വരണം. സഭാകളിൽ ആരാധനയിൽ മക്കൾ വരുന്നില്ലെങ്കിൽ, ആരാധനയ്ക്ക് ദൈവജനം പുറത്തുനിന്ന് വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഇത് പതിയെ 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 എന്ത് ചെയ്യുന്നു? ശുഷ്കിച്ച് ഞങ്ങൾക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ പിന്തലമുറ ഇന്ന് നമുക്ക് അവർ ജോലിയുള്ള കുഞ്ഞുങ്ങളൊന്നും അവിടെ ആരാധനയുണ്ട്, അവരൊന്നും എല്ലാം കളഞ്ഞിട്ടൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ട് പ്രായമുള്ള നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു തലമുറ നമുക്ക് ആരാധിക്കണമെങ്കിൽ എന്ത് ചെയ്യും? എല്ലാവരുടെ ദൈവാത്മാവ് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? 5-8 പേരെങ്കിലും ആരാധനയിൽ വരുമ്പോൾ പിൻതലമുറ ദൈവസന്നിധിയിൽ ആമീൻ ഉണ്ടല്ലോ, ഒരു അടുത്ത ഒരു തലമുറയുണ്ടല്ലോ, വിശ്വാസികൾ ഉണ്ടല്ലോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? സന്തോഷിപ്പാൻ കഴിയും. കർത്താവിന്റെ പല സഭകളിൽ ഞെരുങ്ങുകയാണ്. കുഞ്ഞുങ്ങളില്ല, സൺഡേ സ്കൂളുകളില്ല, PIP ഇല്ല, സഹോദരി സമാജവും രണ്ടാം വാക്യം നോക്കിയാൽ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. കണ്ടോ, ഭാഗ്യവാനാ. നീ അധ്വാനിക്കുന്നത് നിന്റെ നന്മ ആരും കൊണ്ടുപോകത്തില്ല. കാരണം നീ ദൈവത്തില്ല, നീ അധ്വാനിക്കുന്ന ഒന്നും വൃഥാവായി പോകത്തില്ല. ഒരു പൈസയുടെ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഒന്നും അനാപത്തായിട്ട് പോകത്തില്ല. നീ ഭാഗ്യവാനാണ്. കാരണം നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ എന്ത് ചെയ്യും? നീ ഭക്ഷിക്കും. ദൈവത്തിന് വേദപുസ്തകം എടുത്തു പറയാൻ സമയക്കുറവുകൾ ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അനേക അവിഹിതത്തിലുണ്ടാകുന്ന പൈസ ദൈവത്തിന് സ്തോത്രം സമ്പാദ്യമല്ല എന്നറിയാമോ? പൊട്ടി പൊളിഞ്ഞ് അങ്ങനെയുള്ള വ്യക്തികൾ നശിച്ചു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ നീ ഭാഗ്യവാനാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോടുകൂടെ സംസാരിക്കും. എന്നോട് പറയാണ് നീ ഭാഗ്യവാനാണ്. അങ്ങനെ പറയുന്നത് നമ്മൾ മനസ്സിൽ പറയണം, ഞാൻ ഭാഗ്യവാനാണ്. എന്റെ കാര്യം എന്റെ കർത്താവിനെ ഞാൻ കണ്ടെത്തി. എന്റെ ദൈവമായിട്ട് എനിക്ക് ബന്ധമുണ്ടാകാൻ ഭാഗ്യം ഭൂമിയിൽ ലഭിച്ചു. ഞാൻ ഭാഗ്യവാനാണ്. അതുകൊണ്ട് എന്റെ ആവശ്യങ്ങളെല്ലാം ദൈവം എന്ത് ചെയ്യുന്നു? നിവർത്തിച്ചു തരുന്നു. ഇനി നിവർത്തിച്ചു തരുന്നില്ലെങ്കിൽ ഞാൻ സ്തോത്രം ചെയ്യും. എന്താ കാര്യം? അത് ദൈവത്തിന് ഇഷ്ടമല്ല. ഞാൻ പിടിവാശി ചെയ്യത്തില്ല. പിടിവാശി ചെയ്യത്തില്ല. എനിക്കത് വേണമെന്ന് പറയും. പിടിവാശി പറയത്തില്ല. കാരണം അത് തരുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് എനിക്ക് തന്നാൽ അതിന്റെ പിന്നിലുള്ള ഭവിഷ്യത്ത് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് അറിയാമോ? എനിക്ക് ഞാൻ ചോദിക്കുന്നതിൽ ഹിതമല്ലാത്തത് എന്നെ ദൈവം തരാത്തതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യാം. ഒരു ദൈവ വൈദ്യന് എന്ത് വേണം, എങ്ങനെ വേണം, എതിരെ പോകണം എന്നുള്ളതെല്ലാം ചിന്തിക്കുന്നത് നടത്തുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമാണ്. കർത്താവിന്റെ സ്തോത്രം. അല്ല, നിങ്ങളുടെ കുഞ്ഞിനെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ എന്റെ മോളോട് പറഞ്ഞു, കൊച്ചുമോളോട് പറഞ്ഞു, ഒരു അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോ മോള് പറഞ്ഞു, അപ്പ ഇനി ഞാൻ ആർക്കും ഒരു ഉപകാരം ചെയ്യത്തില്ല. കാരണം ചെയ്തിട്ട് എന്ത് ചെയ്തു? ഉപദ്രവം. ഒരു 3-4 പേര് ബോംബെയിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തു. അവരെല്ലാം ചെന്നൊരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നോക്കിട്ട് പണിയാം. അപ്പൊ ഞങ്ങളുടെ മോളായാലും ശരി, ഇനി കൊണ്ടുപോകത്തില്ല, വേണ്ടാന്ന്. കർത്താവിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞടി, അവള് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പെങ്ങൾക്ക് അത് വലിയ പെണ്ണക്കായി. ഇതിന്റെ അകത്ത് ഞാൻ വിശ്വസിച്ചൊരു കാര്യമാണ്. അവിടെ പറയാൻ പറ്റും. ഞാൻ വിശ്വസിച്ചൊരു കാര്യം. സ്തോത്രം. പെങ്ങള് മോളെ വിട്ട് പത്തനംതിട്ട മുത്തൂറ്റ് വിട്ടു. അഡ്മിഷനൊക്കെ എടുത്ത് അവിടെ പഠിച്ചു. അവൾ ബാംഗ്ലൂരിൽ പോയി MSc നഴ്സിംഗ് എടുത്തു. അവളിപ്പോ UK-യിലാണ്. സ്തോത്രം. ദൈവത്തിന്റെ വഴി എന്താണ്? മനസ്സിലാകുന്നവല്ലോ. ഒരുവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വഴി അത് ചിന്തിച്ചവർക്കേ പിടികിട്ടുന്നുള്ളൂ.
ദൈവത്തിന് എന്റെ മോളെ കൊണ്ട് ജയിക്കാൻ ഇഷ്ടം ഇല്ലായിരുന്നു. ദൈവത്തിന് അവളെ കുറിച്ചുള്ള വഴി വേറൊന്നായിരുന്നു. ആ വഴിയിൽ എന്ത് ചെയ്തു? ദൈവം അവളെ ഉയർത്തി. ദൈവത്തിന് ഇതാ ദൈവത്തിന്റെ വഴി. ഇത് നമുക്ക് തിരിച്ചറിയണം. ദൈവത്തിന്റെ വഴികൾ അത് വേദപുസ്തകം പറയുന്നു. ദൈവത്തിന്റെ വഴി സ്ഥിരമുള്ള വഴിയാണ്. അത് പ്രാണനെ എന്ത് ചെയ്യും? തണുപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ വഴിയിൽ കൂടെ നടക്കുമ്പോൾ ആശ്വാസമുണ്ട്. ഭാരപ്പെടേണ്ടതില്ല. ദൈവത്തിന് സ്തോത്രം. വായിക്കാം സഭാപ്രസംഗി 8:12. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ഒന്നുകൂടെ വായിച്ചോളെ. പാപി 100 വയസ്സ് വരെ 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ എന്ത് ചെയ്യാം? ദീർഘായുസ്സോടെ ഇരിക്കുക. എന്തിനാ ദീർഘായുസ്സോടെ ഇരുത്തിയിരിക്കുന്നത്? ദോഷം ചെയ്യാൻ. ദൈവത്തിന്റെ വൈദ്യുതി ദീർഘായുസ് ഒരു വിഷയം ദൈവം തന്നിട്ടുണ്ട്. ദൈവം തരും. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ആയുസിൽ ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത് എന്നെ കൊണ്ടുവന്ന എന്റെ ദൈവത്തിന് നന്ദി പറയാം. ഒരു പകൽ കൂടെ തന്നതിനാണ് സ്തോത്രം ചെയ്യുക. സ്തോത്രം. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് മുന്നോട്ട് പോകാം. ഒരു പാവി 100 പ്രാവശ്യം ദോഷം ചെയ്താലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായും അറിയുന്നു. മൂന്നാം വാക്യത്തിലേക്ക് വന്നിട്ട് 128:3. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. സ്തോത്രം. നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായിരിക്കുന്ന മുന്തിരിവള്ളി. ദൈവത്തിന് സ്തോത്രം. ഒരു വീട് പൊളിക്കുന്നതും പണിയുന്നതും ഭാര്യമാരാണ്. ദൈവത്തിന് സ്തോത്രം. പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ചയോടെ സാവകാശത്തിൽ ശാന്തതയോടെ ദൈവത്തിന് സ്തോത്രം പക്വതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആമേൻ ഒരു സഹോദരി ഒരു ഭവനത്തിലുണ്ടെങ്കിൽ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. പ്രത്യേകിച്ച് ആമേ എത്ര സൽസ്വഭാവിയായിരുന്നാലും പ്രാർത്ഥനയിലെത്തിക്കണം. കാരണം പ്രാർത്ഥനയും ആ പ്രാർത്ഥനയോട് കൂടി ആമേൻ കാര്യങ്ങളൊക്കെ നന്നായി നോക്കിക്കണ്ട് ചെയ്യാമെങ്കിൽ ആ വീട് എന്ത് ചെയ്യാണ്? ആമേൻ അത് പണിയപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ഗ്രഹം പണിതത് ലേയും റാഹേലും. കർത്താവിന് സ്തോത്രം. അപ്പൊ ഇന്ന് പകൽക്കാലത്തിൽ അവിടെ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് സ്തോത്രം. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും തൈകൾ പോലെ ഒലിവ് തൈകൾ പോലെയാണ്. കർത്താവിന് സ്തോത്രം. ഞാനത് വിശദീകരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങളൊക്കെ എല്ലാം സ്തോത്രം വിദേശ രാജ്യങ്ങളൊക്കെയാണ്. അവരും കുടുംബമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ സന്തോഷത്തോടെയാണ്. ചില വീടുകളിലാണെങ്കിൽ കർത്താവിന് സ്തോത്രം കുഞ്ഞുങ്ങളൊന്നും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒന്നും പോകത്തില്ല. വീടുകളിലെ പ്രാർത്ഥനയിലും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കത്തില്ല. ഭക്ഷണം കഴിക്കാനായിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഭവനങ്ങൾ വളരെ വിരളമാണ്. എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇല്ലെന്നല്ല, വിരളമാണ്. അവൻ ചിലപ്പോൾ പറയും എനിക്ക് ഇച്ചിരി കാര്യങ്ങൾ ചെയ്യാൻ അല്ലെ ഇത്തിരി ചെയ്യാൻ അടച്ചു വെച്ചേ എന്ന് പറയും. പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ പറയും ഇന്ന് എനിക്ക് മൂടില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. മക്കൾ മേശയ്ക്ക് ചുറ്റും ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ മേശയ്ക്ക് ചുറ്റുമുള്ള ഒലിവ് തൈകൾ പോലെയാണ് ദൈവത്തിന്റെ മക്കൾ. ആരാം വാക്യം വായിച്ചോട്ടെ. സോറി 144:12 വായിച്ചോളൂ. 144:12. നിന്റെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വരുന്ന തൈകൾ പോലെ ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ വാതിലിയായി സ്തോത്രം. മനസ്സിലായല്ലോ? കർത്താവിന് സ്തോത്രം. കുഞ്ഞുങ്ങളെ കുറിച്ചാ പറയുന്നത്. സങ്കീർത്തനം 5-ാം വാക്യം നോക്കിക്കാട്ടെ. സങ്കീർത്തനം 28:5.
സിയോനിൽ നിന്ന് എന്നെ അനുഗ്രഹിച്ചു. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹമാണ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ വീട്ടിലുണ്ടാകുന്ന അനുഗ്രഹത്തെയായി പറയുന്നു. അത് അനുഗ്രഹം ഉണ്ടാകുവാൻ എന്ത് ചെയ്യുന്നു? കൽപ്പനകൾ പ്രമാണിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വഴിയിൽ കൂടി നടക്കുകയാണ്. അവനെ ദൈവം എന്ത് ചെയ്യുന്നു? അനുഗ്രഹിക്കുകയാണ്. എങ്ങനെ അനുഗ്രഹിക്കുന്നു? അവന്റെ വീട്ടിലുള്ള സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം. അവന്റെ കൃഷിഫലം അനുഗ്രഹിക്കപ്പെടുന്നു, അവന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു. ആ ദൈവത്തിന് സ്തോത്രം. അവന്റെ തൊഴുത്തിലെ ആടും മാടും അനുഗ്രഹിക്കപ്പെടുന്നു. അവന്റെ മാവ് കുഴിക്കുന്ന തൊട്ടിയും എണ്ണയും ഒക്കെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കപ്പെടുന്നു. അവന് നെട്ടോട്ടം ഓടണ്ട. ദൈവം സമൃദ്ധിയായി കൊടുക്കുന്നു. കർത്താവിന് സ്തോത്രം. പണ്ടത്തെ ഒരു അനുഭവമല്ല ഇപ്പോ. പണ്ട് ബന്ധക്കോസുകാരെ കുറവാണ്, ഇന്ന് ബന്ധക്കോസുകാരെ കൂടുതലാണ്. ഒത്തിരി ബന്ധക്കോസുകാരായിട്ടുണ്ട്. ആമീൻ. അവരോട് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായില്ലെന്നല്ല. ഈ ബന്ധക്കോസിലോട്ട് ഇറങ്ങിയാണെങ്കിൽ ബുദ്ധിമുട്ട് തീരുമൊന്നുമല്ല. പക്ഷേ അവർക്കൊരു സമൃദ്ധിയുണ്ട്. സ്തോത്രം. അവർക്കൊരു സമൃദ്ധിയുണ്ട്, ഒരു നന്മയുണ്ട്, സന്തോഷമുണ്ട്. ഒന്നിനും അവർക്ക് ഒരു കുറവ് അവർ പറയത്തില്ല. കാരണം അവർ ദൈവത്തിൽ എന്ത് ചെയ്തു? ആശ്രയിക്കുന്നു. ദൈവത്തിന്റെ കയ്യിൽ സകലവും അരമേൽപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അവരെന്ത് ചെയ്തു? ഒന്നിനും ഒരു മുട്ട് ആമീൻ ഉണ്ടെന്ന് പറയത്തില്ല. 133:4 വായിച്ചാണ്. സിയോൻ വെള്ളത്തിൽ പെയ്യുന്ന ഹെർമോനി മഞ്ഞ് പോലെയുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതങ്ങളുടെ ജീവനും കൽപ്പിച്ചിരിക്കുന്നു. അനുഗ്രഹവും ശാശ്വതമായ ജീവനും. ഒരു വാക്യം നമുക്ക് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിൽ സമാധാനം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. യോബിന്റെ പുസ്തകം 42:16. അതിനുശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചു. അതിനുശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. സ്തോത്രം. യോബിന്റെ പുസ്തകത്തെ കുറിച്ച് നന്നായിട്ട് നമുക്കറിയാം. വേദപുസ്തകത്തിൽ അറിയാവുന്നത്, ഏറ്റവും ചരിത്രപരമായി അറിയാവുന്നത് ഒരു ദൈവവൈദ്യരോട് ചോദിച്ചാൽ ഇയ്യോബിന്റെ പുസ്തകമാണ്. കാരണം അതിലൊക്കെ പ്രയാസവും കഷ്ടതയും ഒക്കെ ഉള്ളതായ അനുഭവങ്ങളാണ്. അതുകൊണ്ട് ആ ഭാഗം എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യും. ഇയ്യോബിന് കൊടുത്ത വിടുതലും ഒക്കെ ദൈവത്തിന് സ്തോത്രം. എല്ലാം നഷ്ടപ്പെട്ടവനായി, സകലതും ദൈവത്തിന് സ്തോത്രം. ആമീൻ. ജീവിതത്തിൽ തകർന്നടിഞ്ഞവനായി, തൻ്റെ ശരീരം പോലും ജീർണതയുടെ അനുഭവത്തിൽ എത്തിയിട്ടും ദൈവത്തിന് സ്തോത്രം, നിരാശപ്പെട്ട് ഭാരപ്പെട്ടു പോകാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയ ആമീൻ ഇയ്യോബിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു സകലതും ചെയ്തു. ഇരട്ടിയായിട്ട് മടക്കി കൊടുത്തു. ഇരട്ടിയായിട്ട് മടക്കി കൊടുത്തു. ഈ ഇരട്ടിയായി മടക്കി കൊടുത്ത സമയത്ത് അതിനുശേഷം ആമീൻ ഇയ്യോബ് 140 വർഷം ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ 140 വർഷം ജീവിച്ചിരുന്നപ്പോൾ ഒരു കാര്യം ഞാൻ വായിച്ചു കൊടുത്തതിൽ നമ്മൾ ചിന്തിക്കുന്നു. നമുക്കറിയാം, ഈ യോബിന് കൊച്ചുമക്കളുള്ളതായിട്ട് പറയുന്നില്ല. ഇല്ല, മക്കളെന്നേ ഉള്ളൂ, അല്ലേ? അതിപ്പോഴാണ്. മക്കളെയും മക്കളുടെ അതിപ്പോഴാണ് അല്ലേ? നേരത്തെ ഇല്ല. മക്കള അല്ലെ കല്യാണം കഴിപ്പിച്ച് കുടുംബസ്ഥരായിട്ട് വിടിരിക്കാം എന്ന 140 സംവത്സരത്തിനകത്ത് മനസ്സിലാക്കണം. അതിനെ വചനം പറയുമ്പോ അത് മനസ്സിലാക്കണം. 140 സംവത്സരം കൂടെ എന്ത് ചെയ്തു? ആയുസ് നീട്ടിക്കൊടുത്തു. ആയുസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മക്കളെ കൊടുത്തു. മക്കളെ കൊടുത്തിട്ട് എന്ത് ചെയ്തു? അല്ല, ഇവിടെ എഴുതിയിരിക്കുന്ന 142 അധ്യായത്തിൽ പറയുന്നത് മക്കളെയും മക്കളുടെ മക്കളെയും എന്ന് പറഞ്ഞാൽ 3ാം തലമുറ. ഈ 3ാം തലമുറയും 4ാം തലമുറയും ഒക്കെ കാണുക എന്ന് പറയുന്നത് ഭാഗ്യകരമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അത് ദൈവകൃപയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം മറ്റൊന്നുമില്ല. ലോകത്തിലൊന്നും നേടിയില്ലെങ്കിലും കർത്താവിന് സ്തോത്രം. ലോകത്തിലൊന്നും നേടിയില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം. ഞാൻ കോഴഞ്ചേരി സഭയിലെ മെമ്പർഷിപ്പ് എടുത്ത് ചെല്ലുന്ന സന്ദർഭത്തിൽ ഒരു അച്ചായൻ ഉണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം.
ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസികൾ എന്ന ആദ്യത്തെ വിശ്വാസി. ഭയങ്കരമായിട്ടുള്ള തീക്ഷ്ണത. കർത്താവിൻ്റെ ആ പേര് കർത്താവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രോമമൊക്കെ ഇങ്ങനെ എഴിച്ചു വരും. തീക്ഷ്ണത ശരിയുള്ളൂ. ആരുടെയും ഒന്നും ആഗ്രഹമില്ല. അതിന് കൊടുക്കാമെന്ന് വെച്ചാലും വേണ്ട. പ്രാർത്ഥനയ്ക്കൊക്കെ വരും. ഒരു ഗ്ലാസ് ചായ വേണമെങ്കിൽ കൂടി വന്നേ. വിശ്വസ്തനായിരുന്നു. ആഗോളം തന്നെ വിശുദ്ധിയിൽ നിന്നും ദൈവത്തിന് സ്തോത്രം. ഒന്നിനും ആഗ്രഹമില്ല. ഒരു വീട് ഒന്നുമില്ലായിരുന്നു. ഒരു ചെറിയ പൂര പോലെ ദൈവത്തിന് സ്തോത്രം. താൻ പ്രിയമച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. തന്റെ തലമുറകൾ ആമീൻ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റു. ആ പിതാവിന്റെ പ്രാർത്ഥന ഏകദേശം 90 വയസ്സോട് അടുത്ത മരിക്കും. ആ തലമുറ ദൈവസന്നിധി എന്ത് ചെയ്തു? എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വിശ്വസ്തയോടെ ദൈവത്തെ പിൻപറ്റുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന് സ്തോത്രം. ആ തലമുറയിൽ, അതായത് ദൈവത്തെ പിൻപറ്റാൻ ആപ്പച്ചന്റെ മകൻ ദൈവ പൈതലായി മാറിയപ്പോൾ അവനുണ്ടായ തലമുറയെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? ഉന്നതികളിൽ മേൽ വാഹനമേറ്റി. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം വിശ്വസ്തനാ. ദൈവത്തെ മാനിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായി മാനിക്കും. പക്ഷേ ദൈവാസന്മാര് പറയുന്നത് പോലെ നമ്മൾ കുരുട്ടുബുദ്ധി അഭ്യാസം കൊണ്ട് ഇറങ്ങിയ ദൈവം അനുഗ്രഹിക്കത്തില്ല. പരമാർത്ഥതയോടെയാണ് ഈ വേദപുസ്തകം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ, ഇത് പരമാർത്ഥതയോടെയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ, എന്റെ പകൽക്കാലം ഞാൻ ദൈവത്തിന്റെ പൈതലോട് പറയാം, നിന്റെ തലമുറയെ നിന്നെ മാനിക്കാൻ. കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ദൈവം മാനിക്കാൻ ശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ വചനപ്രകാരം നിൽക്കുവാൻ ഭാഗ്യകരമായിരിക്കുന്ന അനുഭവം കർത്താവ് തന്നിരിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സാക്ഷ്യത്തിനായിട്ടുള്ള സമയമാണ്. ദൈവത്തിന് എഴുന്നേറ്റ് സാക്ഷ്യം പ്രസ്താവിക്കാൻ പ്രാർത്ഥിക്കുവാൻ ആമേൻ. ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഓർപ്പിച്ചാൽ ദൈവസന്നിധിയിൽ ആമേ ഭവനത്തിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ സാധിക്കും.